മലയാളികൾക്കേറെ സുപരിചിതനായ നടനും ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമാണ് മേജർ രവി. മലയാള സിനിമയിൽ പട്ടാളക്കാരുടെ ജീവിതകഥ പറഞ്ഞിട്ടുള്ള ചിത്രങ്ങൾ കൊണ്ടുവന്ന നടൻ കൂടിയാണ് മേജർ രവി. പട്ടാളക്കാരുടെ ജീവിതം എങ്ങനെയാണെന്നത് മലയാളികൾ മനസ്സിലാക്കി തുടങ്ങിയതും മേജർ രവിയിലൂടെയാണ്. എന്നാൽ മേജർ രവി എന്ന പേര് കേൾക്കുമ്പോൾ മനസ്സിൽ ഓടിവരുന്നത് കീർത്തി ചക്രയും കുരുക്ഷേത്രയും കാണ്ഡഹാറും പിക്കപ്പ് 43യും ഒക്കെയാണ്. മോഹൻലാലിൻ്റെ കരിയർ ബെസ്റ്റ് സിനിമകളിൽ ചിലത് പിറന്നിട്ടുള്ളതും മേജർ രവിയിലൂടെ തന്നെ. മാത്രമല്ല, വളരെ അടുത്ത സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നവരാണ് മോഹൻലാലും മേജർ രവിയും. എന്നാലിപ്പോൾ മോഹൻലാലിനൊപ്പമുണ്ടായിരുന്ന ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് മേജർ രവി. മോഹൻലാൽ ലഫ്റ്റനൻ്റ് ആയ ശേഷം കാശ്മീരിലേക്ക് പോയതിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. ഒരു ആർട്ടിസ്റ്റിൻ്റെ ഫ്രീഡം എന്ന് പറയുന്നത് എന്താണെന്നും അത് ലഭിക്കുമ്പോഴുള്ള സുഖം എന്താണെന്നും താൻ അന്ന് മനസ്സിലാക്കിയെന്നും മേജർ രവി പറയുന്നു. മേജർ രവിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: മോഹൻലാൽ എൻ്റെ നല്ലൊരു സുഹൃത്തും സഹോദരനും എല്ലാമാണ്. കുട്ടിയെപ്പോലെ വളരെ ലാഘവത്തോടെ ഓരോ കാര്യങ്ങളും അറിയാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന മോഹൻലാലുണ്ട്. അദ്ദേഹം ലഫ്റ്റനൻ്റ് ആയ ശേഷം ട്രെയിനിങ്ങിനായി ഞങ്ങൾ കാശ്മീരിൽ പോയി. ഒരു ദിവസം ലാലിനെയും കൊണ്ട് LOC കാണാൻ പോയി. ഒരു വശത്ത് പാകിസ്ഥാനും മറ്റൊരു വശത്ത് ഇന്ത്യയുമാണ്. വളരെ ആകാംക്ഷയോടെയാണ് ലാൽ അതൊക്കെ നോക്കിക്കണ്ടത്. ഈ യാത്രകളിലൊക്കെ ചായ കുടിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ആർക്കും മോഹൻലാലിനെ പരിചയമില്ല. ആരും കാണാൻ ഇല്ലാത്തതുകൊണ്ട് മൂപ്പർ വളരെ കംഫർട്ടബിളായിരുന്നു. കുരുക്ഷേത്രയുടെ ഷൂട്ട് കഴിഞ്ഞ് കാർഗിലിൽ നിന്നും വരുന്ന വഴി ചായ കുടിക്കാനിറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ലാലിനെ കാണാനില്ല. ഒരു ബസ്സിൻ്റെ പുറകിൽ ചാടിക്കയറി. കാശ്മീർ കാശ്മീർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു മോഹൻലാലിനെ കണ്ടു. കാരണം ആരും അദ്ദേഹത്തിനെ തിരിച്ചറിയുന്നില്ല. ആ സ്വാതന്ത്ര്യം പുള്ളി ആഘോഷിക്കുകയായിരുന്നു. ഒരു ആർട്ടിസ്റ്റിൻ്റെ ഫ്രീഡം എന്ന് പറയുന്നത് എന്താണെന്നും അത് ലഭിക്കുമ്പോഴുള്ള സുഖം എന്താണെന്നും ലാലിലൂടെ ഞാൻ കണ്ട നിമിഷമായിരുന്നു. എന്നാൽ മേജർ രവി പറഞ്ഞത്, നമ്മൾ ചിലപ്പോൾ താരങ്ങൾക്ക് ജാടയാണെന്ന് പറയും. അതങ്ങനെയല്ല. എവിടെയെന്ന് ആരെന്ത് എന്നുള്ളൊരു സഫോക്കേഷൻ അവർക്കുണ്ടാകും. എത്രയോ പേർ ലാലിനെ ബ്ലേഡ് വെച്ച് വരഞ്ഞിട്ടുണ്ട്. അറിയുന്നവർ അദ്ദേഹത്തോടുള്ള ആരാധന മൂത്തിട്ട് എന്തെങ്കിലും ഒരു ശ്രദ്ധ കിട്ടാൻ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് ബ്ലേഡ് വെച്ചിട്ട് വരയും. അതാണ് ഇവർ ചില സമയത്ത് കൈവലിക്കുന്നത്. ഇതെല്ലാം ഞാൻ കണ്ടതാണ് എന്നും മേജർ രവി കൂട്ടിച്ചേർത്തു. കൗമുദി മൂവീസിലെ ഒരു പ്രോഗ്രാമിലായിരുന്നു മേജർ രവിയുടെ പ്രതികരണം. ഇന്ത്യൻ ആർമിയിൽ ഓഫീസറായിരുന്ന കുട്ടിശങ്കരൻ നായരുടെയും സത്യഭാമയുടെയും മകനാണ് മേജർ രവി. 21 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം 1996 സൈന്യത്തിൽ നിന്ന് VRS എടുത്ത് മേജറായി വിരമിക്കുകയായിരുന്നു. സിനിമകൾക്ക് വേണ്ടി സൈനിക സംബന്ധമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന പ്രവർത്തന മേഖലയിലേക്ക് പ്രവേശിച്ച മേജർ രവി പിന്നീട് പ്രിയദർശൻ, രാജ്കുമാർ, സന്തോഷി, കമലഹാസൻ, മണിരത്നം തുടങ്ങിയവർക്കൊപ്പം പ്രവർത്തിച്ചു.